നമസ്കാരം. ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുകയാണ് കേരളക്കര. ഏറ്റവും കാഠിന്യമേറിയ അന്തരീക്ഷ താപം സകല ജീവജാലങ്ങളെയും ഉലയ്ക്കുമാറാണ് കുതിക്കുന്നത്. വേനൽ മഴയ്ക്ക് വലിയ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും കാര്യമായ മഴയുണ്ടായില്ലെങ്കിൽ അതികഠിന ചൂടേൽക്കേണ്ടി വരും നമ്മൾ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് 40.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില ഭാഗങ്ങളിൽ നേരിയ മഴ പെയ്തതോടെ താപനില അല്പമൊന്ന് താണെങ്കിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൂട് 39.2 ഡിഗ്രിയിൽ തിരിച്ചെത്തി. കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ പല ജില്ലകളിലും അന്തരീക്ഷ ഊഷ്മാവ് 35 മുതൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ടുണ്ട്. തിങ്കളാഴ്ച സംസ്ഥാനത്തെ പല ജില്ലകളിലും ശരാശരി 2.5 ഡിഗ്രി വരെ അന്തരീക്ഷ താപം കൂടിയതായാണ് കണക്കുകൾ. ഈർപ്പം കൂടുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് 7 ഡിഗ്രിയോളം കൂടുതലാവുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഏപ്രിൽ 3-ാം വാരത്തോടെ സൂര്യൻ കേരളത്തിന് നേരെ മുകളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതുവഴി സൂര്യപ്രകാശത്തിന്റെ തീവ്രത ഇരട്ടിക്കുമെന്നും അന്തരീക്ഷ താപം അസഹനീയമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കടുപ്പമേറിയ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന സമയമാണിത്. അടുത്ത 3 ആഴ്ചയോളം ഉഷ്ണസ്ഥിതി സമാനമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഇന്നും നാളെയുമായി വടക്കൻ കർണാടക, ആന്ധ്രാപ്രദേശിലെ രായലസീമ, മധ്യ മഹാരാഷ്ട്ര, വടക്കൻ തെലങ്കാന എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ കേരളം, തമിഴ്നാട്, തെക്കൻ തീര, കർണാടക മേഖലകളിൽ ഉഷ്ണതരംഗം പ്രവചിച്ചിട്ടില്ല. കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത്യുഷ്ണത്തിനുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിലവിലെ തീവ്ര ചൂട് ക്രമാതീതമായ കൂടുന്നതോടെ ഉഷ്ണതരംഗം വന്നുകൂടെയില്ലെന്നാണ് നിരീക്ഷണം. കേരളത്തിൽ 2016-ലും 2024-ലും ഉഷ്ണതരംഗം ഉണ്ടായിരുന്നു. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് പതിവിലും കൂടുമെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഭാസം അപൂർവമാണ്. ആഗോള താപത്തെ തുടർന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കാരണം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്താകെയും കേരളത്തിൽ പ്രത്യേകിച്ചും മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ജൂൺ മാസത്തോടെ എൽ നിനോ പ്രതിഭാസം രൂപപ്പെടാനുള്ള സാധ്യതയാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത്. പസഫിക് സമുദ്രോപരിതലത്തിൽ അസാധാരണ ചൂടുണ്ടാകുന്നതോടെ ഇന്ത്യയിലെ കാലവർഷത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും. ജൂൺ ജൂലൈ മാസത്തെ എൽ നിനോ പ്രതിഭാസം നീണ്ടുപോയാൽ അത് അടുത്ത വേനലിൻ്റെ കാഠിന്യം കൂട്ടിയേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമഘട്ട മലനിരകളിൽ കേരളത്തിൻ്റെ മാത്രമല്ല മധ്യ ദക്ഷിണേന്ത്യയുടെ സുപ്രധാന ഭൗമശാസ്ത്ര ഘടകങ്ങളിലൊന്നാണ്. ഏകദേശം 1600 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മലനിരകളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാക്കി മാറ്റുന്നത്. മഴയൊരുക്കുന്നതും താപനില നിയന്ത്രിക്കുന്നതും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതും അനവധി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതും സഹ്യന്റെ കാവലിലാണ്. എന്നാൽ പ്രകൃതിക്ക് നേരെ മുൻപിൽ നോക്കാതെയുള്ള കയ്യേറ്റം പശ്ചിമഘട്ടത്തെയും അതീവ ദുർബലമാക്കി. പശ്ചിമഘട്ടത്തിന് നേരെയുള്ള മനുഷ്യാതിക്രമത്തെക്കുറിച്ച് മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞർ വളരെ ഗൗരവമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ പ്രകൃതിക്ക് മേൽ നിരന്തരം ബലപ്രയോഗം നടത്തി സമ്പത്തും അധികാരവും സ്വാധീനവും നിലനിർത്താൻ ശ്രമിക്കുന്നവർ തയ്യാറായില്ല. ബലമോ പ്രകൃതിയുടെ പലവിധ പ്രതിഭാസങ്ങൾ മുങ്ങിത്താഴാനാണ് മനുഷ്യന്റെ യോഗം. അതിശക്തമായ ചൂട് സകല ജീവജാലങ്ങൾക്കും ആഘാതമേൽപ്പിക്കും. മനുഷ്യ ശരീരത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും അത് തകരാക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിശ്ചിത താപനിലയിൽ നിന്നുള്ള കൂടിയ വ്യതിയാനം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വഴിമാറുന്നത്. നിർജ്ജലീകരണം, അമിതമായ വിയർപ്പ്, തലകറക്കം, തലവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ സാധാരണമെങ്കിലും താപാഘാതം കൂടിയ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. ശരീര താപനില പരിധി വിട്ട് കൂടുന്നതോടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും സാരമായി ബാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താം. അമിതമായ ചൂട് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ശ്വസന പ്രശ്നമുള്ളവർക്ക് അത് അധികരിക്കാനിടയാക്കും.
പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ പെരുകാനും കൂടിയ താപനില കാരണമാകുന്നു. ചൂട് കൂടുന്നത് വഴി ഉറക്കക്കുറവ് ഉൾപ്പെടെയുള്ള അനുബന്ധ അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. ഇതുകാരണം ദേഷ്യം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയ പ്രതിസന്ധികൾ വന്നുചേരുന്നു. ഫലത്തിൽ അന്തരീക്ഷ താപനില മനുഷ്യൻ്റെ ആരോഗ്യനിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നത് നിസ്സാരമായ വിഷയമല്ല. കൂടിയ താപനില കാരണമുണ്ടാകുന്ന വേനൽക്കാല രോഗങ്ങൾക്കെതിരെ കർശനമായ ജാഗ്രത അനിവാര്യമാണ്. താപനില ഉയർന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കുപരിയായി സ്വയം കരുതലും പ്രതിരോധവും ഓരോരുത്തരിലും ഉണ്ടാവണം. നേരിട്ട് വെയിലേൽക്കുന്ന തൊഴിലെടുക്കുന്നവർ ജോലി സമയം ക്രമീകരിക്കണം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരിലും ഉണ്ടാകണം. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും പാദരക്ഷ, കുട എന്നിവ ഉപയോഗിക്കണം. വളരെ ഉയർന്ന ശരീര താപനില, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വറ്റി വരണ്ട ചുവന്ന ചർമ്മം, ശക്തമായ തലവേദന, തലകറക്കം, ഓക്കാനം, ബോധക്ഷയം, കഠിനമായ ക്ഷീണം എന്നിവ തോന്നിയാൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഉടൻ തന്നെ ചികിത്സ തേടണം. ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ കൊടും വേനലിനെ പ്രതിരോധിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള കരുതലുകൾ, നടപടികൾ എല്ലാവരും സ്വീകരിക്കണം. ഒപ്പം കടുപ്പമേറിയ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഹേതുവാകുന്ന തരത്തിലുള്ള കടന്നാക്രമണം ഭൂമിക്ക് മേൽ പ്രയോഗിക്കാതിരിക്കാനുള്ള ബോധവും മനുഷ്യരിലുണ്ടാകണം.